ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണ്. അതിനായിട്ട് ഈ ഗ്ലാസ് അളവിൽ ഞാൻ പാല് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കുന്ന 4 സ്പൂണോളം ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതും ചേർത്ത് കൊടുത്ത് വളരെ നന്നായിട്ട് തന്നെ പാലിൽ അലിയിച്ചെടുക്കാം. ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഐസ്ക്രീം തന്നെയാണ്. അത് വീട്ടിലെ തന്നെ ചെറിയ അളവിലുള്ള ചേരുവകൾ മാത്രമേ ഇതിൽ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. പെട്ടെന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നതാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം ഞാനൊരു പഞ്ചസാരയാണ് ചേർക്കുന്നത്. അതും ചെറിയ അളവിൽ മാത്രം ഞാനൊരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതും പാലിൽ നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം. ഇനി ഞാനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർക്കുന്നത് കൊക്കോ പൗഡറാണ്. ഞാൻ ഒരുപാട് ചേർക്കുന്നില്ല, ഒരു ചെറിയ സ്പൂൺ മാത്രമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് ചേർത്താൽ ടേസ്റ്റിന് വ്യത്യാസം വരും, അതുകൊണ്ടാണ്. പിന്നെ ഒരു ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം ചേർത്തന്നേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഒന്ന് കട്ടിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന് ചൂടാക്കി എടുക്കുവാണ് ഞാൻ. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കട്ടിയായി തുടങ്ങുമ്പോൾ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. ഇപ്പോൾ തന്നെ ഏകദേശം നന്നായിട്ട് കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ ഓഫ് ചെയ്തതിന് ശേഷം ഒരു ചെറിയ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ചേർത്തതിന് ശേഷം ഞാൻ ഇതിനെല്ലാം ഒരു മിക്സിയുടെ ചെറിയ ജാറിനുള്ളിലോട്ട് മാറ്റുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇത് നമുക്ക് നേരത്തെ ഞാൻ ഡെക്കറേഷന് വേണ്ടി വെച്ചിരുന്ന ഒരു മുന്തിരിങ്ങയൊക്കെയാണ് ചേർത്ത് കൊടുത്തത്. അതും ചേർത്താണ് ഞാൻ അടിച്ചെടുക്കുന്നത്. ഉണ്ടോ, നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു എയർ കണ്ടെയ്നറിനുള്ള ജാറിലോട്ട് മാറ്റി ഒരു 2 മണിക്കൂറും ഫ്രീസ് ചെയ്തെടുക്കാം. ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തതിന് ശേഷമുള്ളത് കാണിച്ചതാണ്. എനിക്ക് നല്ല കട്ടിയായിട്ട് വന്നില്ല, എന്നാലും ഈ രീതിയിലാണ് കിട്ടുക. വളരെ ടേസ്റ്റി.